സ്വന്തം തട്ടകത്തിൽ കയറി പണിഞ്ഞിട്ടും തിരിച്ചടിക്കുക എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് അസാധ്യമാണ്. ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ പാകിസ്ഥാന് പരിമിതികൾ ഏറെയുണ്ട്. പാകിസ്ഥാനിൽ കയറിയാണ് ഇന്ത്യ പണി കൊടുത്തതെങ്കിലും അവിടുത്തെ സാധാരണക്കാർക്ക് ഒരു കൂറൽ പോലും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ത്യ നടത്തിയ ആക്രമണം ഭീകര ക്യാമ്പുകൾക്ക് നേരെ മാത്രമായിരുന്നു. സാധാരണ ജനങ്ങളെയും പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയും ഒഴിവാക്കി കൃത്യമായ പ്ലാനോടുകൂടിയായിരുന്നു വ്യോമസേനയുടെ ആക്രമണം. മനുഷ്യത്വമുള്ള നമ്മുടെ സേനയോർത്ത് നമുക്ക് അഭിമാനിക്കാം. ആ നിലയ്ക്ക് തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യത്തിന് നേരെ ആക്രമണം നടത്താൻ പാകിസ്ഥാന് ഒരു കാരണവശാലും സാധിക്കുകയില്ല. അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാകും. അതേസമയം അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ മിന്നലാക്രമണം നടത്തിയത് ഭീകര സംഘടനയുമല്ല, ഇന്ത്യൻ ആർമിയാണ്. എന്നാൽ എന്തെങ്കിലും കാരണം പറയാമെന്ന് വിചാരിച്ചാൽ ഇന്ത്യയിൽ ഭീകര ക്യാമ്പുകൾ ഒന്നും തന്നെ ഇല്ല എന്നതും ശ്രദ്ധേയമാകുന്നു. പാക് മണ്ണിലെ ജെയ്ഷെ ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടി നൽകുന്ന തരത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രതികരണം വന്നുവെങ്കിലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യമാണെന്നതിന് ഒരു സംശയവും വേണ്ട. ഭീകരർക്കെതിരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി പാക് സൈന്യത്തിന് തിരിച്ചടിക്കാനാകില്ല എന്ന് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. ഇന്ത്യ നടത്തിയ ആക്രമണം ഭീകര ക്യാമ്പുകൾക്ക് നേരെ മാത്രമായിരുന്നു. സാധാരണ ജനങ്ങളെയും പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയും ഒഴിവാക്കിയായിരുന്നു വ്യോമസേനയുടെ ആക്രമണം. ആ നിലയ്ക്ക് തിരിച്ചടിക്കാനായി ഇന്ത്യൻ സൈന്യത്തിന് നേരെ ആക്രമണം നടത്താൻ പാകിസ്ഥാന് ഒരിക്കലും സാധിക്കുകയില്ല. അങ്ങനെയൊന്നുമല്ല, അതേ നാണയത്തിലുള്ള ഒരു തിരിച്ചടിയാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ ഭീകര ക്യാമ്പുകൾ ഒന്നും തന്നെ ഇല്ല എന്നതും ശ്രദ്ധേയമാകുന്നു. അപ്രകാരം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നേരെയോ സൈന്യത്തിന് നേരെയോ ആക്രമണത്തിന് മുതിർന്നാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് പാകിസ്ഥാന് ചിന്തിക്കാൻ കൂടി സാധിക്കുകയില്ല. പാകിസ്ഥാൻ ഒരു ബോംബിടുന്നിടത്ത് ഇന്ത്യ 20 ബോംബിട്ട് പകരം ചോദിക്കും. ആ കാര്യത്തെക്കുറിച്ച് പാകിസ്ഥാന് വ്യക്തമായ ധാരണയുമുണ്ട്. ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നടപടികളിൽ അതൃപ്തി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അത്തരമൊരു നീക്കം അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന് ഒരു കനത്ത തിരിച്ചടിയാകും എന്ന വിലയിരുത്തലും വരുന്നുണ്ട്. ഇതിനെല്ലാം മറികടന്ന് തിരിച്ചടിക്കാനായി തയ്യാറെടുക്കുന്നുവെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തെ അതിനായി തയ്യാറാക്കേണ്ടതുണ്ട്. അത് ഒറ്റ രാത്രി കൊണ്ട് ചെയ്യാനാകുന്നതുമല്ല. ഇപ്പോൾ ഒരു സൈനിക നടപടിക്ക് തയ്യാറെടുക്കാനുള്ള ഇച്ഛാശക്തി പാകിസ്ഥാനിന് ഇല്ല എന്നതും വിദഗ്ധർ വിലയിരുത്തുന്ന കാര്യമാണ്. അഥവാ തിരിച്ചടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പാകിസ്ഥാന് വലിയ വില കൊടുക്കേണ്ടി വരും. പാകിസ്ഥാന്റെ മുൻ പ്രസിഡന്റും സൈനിക മേധാവിയും ഒക്കെ ആയിരുന്ന പർവേസ് മുഷറഫ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇന്ത്യ പാക് ബന്ധം വഷളായത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. രണ്ട് രാജ്യങ്ങളുടെയും കയ്യിലും അണുബോംബുകളുണ്ട്. ആറ്റം ബോംബുമായി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ പോയാൽ അവർ തിരിച്ച് 20 ബോംബിടും. ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ ആദ്യം തന്നെ ഇന്ത്യക്ക് നേരെ 50 ബോംബിടാൻ ശേഷിയുണ്ടെങ്കിൽ മാത്രം ആക്രമണത്തിന് പോകാവൂ എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആദ്യം തന്നെ 50 ബോംബിടാൻ നിങ്ങൾ തയ്യാറാണോ എന്നാണ് പാക് ഭരണകൂടത്തോട് മുഷറഫ് ചോദിച്ചത്. അതിനെന്തായാലും പാകിസ്ഥാന് കഴിവില്ല. അതുകൊണ്ട് തന്നെയാണ് മുഷറഫ് ആ ചോദ്യം ഉന്നയിച്ചത്. പിന്നെ വെല്ലുവിളി, അതൊക്കെ വെറും കോമഡിയല്ലേ ചേട്ടാ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.